ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എവിടെയും കുഴപ്പമൊന്നുമില്ലാണ്ട് തന്നെ പോകുന്നു കേട്ടോ. ഇന്ന് 1-ാം തീയതിയാണ്. രാവിലെ എണീറ്റപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു അന്തരീക്ഷം കേട്ടോ. ഞാൻ കിച്ചണിൽ നിന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ ഒരു പ്രത്യേക തരം ഒരു മഞ്ഞ കളറിലിരിക്കുന്നു കേട്ടോ ആകാശം. പക്ഷേ മോന് ട്യൂഷന് പോകണം. രാവിലെ അവന് ആഹാരമൊക്കെ കൊടുത്താണ് വിട്ടത്. കാര്യം ഉച്ചവരെ ഉണ്ട്. പിന്നെ ഞാൻ ബസ് സ്റ്റോപ്പ് വരെ ഒന്നും കൊണ്ടാക്കില്ല. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ മാല കെട്ടിക്കൊണ്ട് അമ്പലത്തിൽ കൊടുക്കണമെന്നുള്ളതുകൊണ്ടേ ഞാൻ കുളിച്ച് വേഗം ആ മാല കെട്ടാൻ തുടങ്ങി. ഇതിൻ്റെ വേര് ഞാൻ കട്ട് ചെയ്ത് കളയും കേട്ടോ. കട്ട് ചെയ്തിട്ട് ആ തണ്ടോട് കൂടി വെച്ച് 3 വെച്ചാണ് ഒരു വശം മാത്രമായിട്ട് കെട്ടുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ മാല കെട്ടുന്ന പോലെ കെട്ടാറില്ല കേട്ടോ. അങ്ങനെ എല്ലാം ഇരുന്ന് കെട്ടിയൊക്കെ എടുത്തു കേട്ടോ. വലിയൊരു മാലയാക്കി ഞാൻ. എനിക്ക് ഈ മാല കെട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് മുല്ലപ്പൂ പിച്ചിപ്പൂ ഒക്കെ നല്ല രീതിയിൽ അടുക്കി കെട്ടാനൊക്കെ അറിയാം കേട്ടോ. ഇനി എപ്പോഴെങ്കിലും എൻ്റെ കയ്യിൽ മുല്ലപ്പൂ കിട്ടുമ്പോൾ ഞാനത് കെട്ടുന്ന കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഒരു വാഴയിലേക്ക് വെട്ടി ആ മാലയൊക്കെ വെള്ളം തളിച്ചെടുത്തതിന് ശേഷം എടുത്ത് വെച്ച് നേരെ അമ്പലത്തിലോട്ട് പോയേ. അവിടെ ചെന്നപ്പോഴുണ്ടല്ലോ അവിടെ പൂജ നടക്കുന്നു. അങ്ങനെ നിന്ന് ആ പൂജയൊക്കെ കണ്ട് നല്ലോണം മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കേട്ടോ. എല്ലാവർക്കും നല്ലത് കിട്ടണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നു. അങ്ങനെ അവിടെ എല്ലാം ഞാൻ ചുറ്റി തൊഴുതു കേട്ടോ. കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. പ്രസാദമുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി ഇത് തിരുമേനി പറഞ്ഞു. അങ്ങനെ അവിടെ എല്ലാം നിന്ന് കുറച്ച് നേരം പരിചയമുള്ള കുറേ പേരെ കണ്ടു കേട്ടോ. ഈ 1-ാം തീയതി ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ മിക്ക ചേച്ചിമാരെയും ഒക്കെ കാണും കേട്ടോ. അങ്ങനെ അവരെയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറേ നേരമൊക്കെ അവിടെ നിന്നപ്പോഴുണ്ടല്ലോ തിരുമേനി പ്രസാദം തന്നു. പ്രസാദമൊക്കെ ഇങ്ങനെ കഴിച്ചു. മോനും കഴിച്ചു. ഇളയ മോനെയും കൂടെ കൊണ്ടാണ് കേട്ടോ പോയത്. അങ്ങനെ അവിടെയൊക്കെ നിന്ന് അവിടത്തെയൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് നല്ല രസമാണ്. തൊട്ടപ്പുറത്തൊരു ആറുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ട് നേരെ ഇങ്ങ് വീട്ടിൽ വന്നപ്പോഴുണ്ടല്ലോ ഒരു ദോശ ഞാൻ ചുട്ടതാണ്. അതാണ് ആ പാനിൽ അങ്ങനെ ആ ഒരു ദോശയുടെ ഒരു ഇതായിട്ട് ഇരിക്കുന്നത്, അല്ലാതെ കഴുകാത്തതൊന്നും അല്ല കേട്ടോ. അങ്ങനെ നൈസ് ദോശ ഇട്ടു. ചമ്മന്തി ഉണ്ടാക്കി, പക്ഷേ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ നല്ല മുരുമുരായിരിക്കുന്ന ദോശ. ഞാൻ പക്ഷേ നെയ്യ് ചേർത്തിട്ടില്ല. മോന് നെയ്യ് ചേർത്തിട്ടാണ് കൊടുത്തത്. ഞാൻ നെയ്യ് ചേർക്കാണ്ടാണ് എടുത്തത് കേട്ടോ. അങ്ങനെ അതെല്ലാം എടുത്തേ. എല്ലാം എടുത്തത് ഉദ്ദേശിച്ചത് ഞാൻ ദോശയെല്ലാം കഴിച്ചു എന്നാണ് കേട്ടോ. എൻ്റെ വായിൽ നിന്നൊരു മിസ്റ്റേക്കാണ് കേട്ടോ. അതങ്ങ് തിരുത്തിയതാണ്. എന്നതിന് ശേഷം ഉണ്ടല്ലോ കാര്യമായിട്ട് തുണി കഴുകൽ തന്നെയാണ് കാര്യം. അപ്പുറത്തെ ചിഞ്ചു വിളിച്ച് പറഞ്ഞ്, ചേച്ചി ഇന്ന് അമ്പലത്തിൽ കഞ്ഞിയുണ്ട്, നമുക്ക് പോയി കഴിക്കാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് ചോറൊന്നും ആക്കണ്ട, രാവിലെ ദോശയൊക്കെ കഴിച്ചല്ലോ, അപ്പോൾ ഇനി അവിടുത്തെ കഞ്ഞി പോയി കുടിക്കാം. മോന് കുറച്ച് കൊണ്ടുവരാം. കാര്യം മൂത്ത മോൻ ട്യൂഷന് പോയെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഇളയ മോനെയും കൂടെ കൊണ്ടുപോകാമെന്ന് കരുതി. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിക്കുന്നതിനോട് സമാധാനം ആയതുകൊണ്ട് ഉച്ചയ്ക്കൊന്നും വയ്ക്കണ്ടല്ലോ. അങ്ങനെ പിന്നെ ഒരുപാട് ജോലികളെല്ലാം ചെയ്ത് തീർക്കാമെന്ന് വെച്ച് ഉള്ള തുണികൾ മൊത്തം എടുത്തിട്ട് അങ്ങ് കഴുകി. പക്ഷേ ഒരു കയറ് പൊട്ടിപ്പോയ കാര്യം പറഞ്ഞില്ല, അത് ഇതുവരെ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത് കാര്യമെന്ന് വെച്ചാൽ വാങ്ങിച്ചു വെച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അങ്ങനെ പിന്നെ ബാക്കിയുള്ള തുണികളെല്ലാം കഷ്ടപ്പെട്ടൊക്കെ ഞാൻ മണ്ടയിൽ കൊണ്ട് വിരിച്ചിട്ട് കേട്ടോ. കാര്യം വെയിറ്റൊക്കെ എടുത്ത് കയറേണ്ടി വന്നു ടെറസിൻ്റെ മണ്ടയിൽ. എന്നിട്ടുണ്ടല്ലോ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ജാഥ പോലെ ഞങ്ങൾ കഞ്ഞി വാങ്ങിക്കാൻ പോയി അമ്പലത്തിൽ. ഞാനൊരു കൊച്ചു പാത്രം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് അങ്ങ് അമ്പലത്തിലെത്തി. ഇതുണ്ടല്ലോ ഒരു ശിവക്ഷേത്രമാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് മാടങ്കാവെന്ന് പറയും. അങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്കും കഞ്ഞി റെഡി ആവുന്നതേ ഉള്ളൂ. അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ നിന്നതിന് ശേഷം ആ ചൂട് കഞ്ഞിയാണ് കേട്ടോ തന്നത്. പക്ഷേ ഇത് പുറമേ വെയിലധികം ഇല്ലെങ്കിലും ഉണ്ടല്ലോ, അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേകതരം ചൂട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഞ്ഞിയും പിന്നെ ഉണ്ടല്ലോ ഇരുമ്പിക്കാന്ന് പറയും, അതിൻ്റെ അച്ചാറും ഒക്കെ കൂട്ടി കഴിച്ചു. പിന്നെ വന്നവരെ ഒന്നും കാണുന്നില്ല, പലരും പല വഴിക്ക് പോയി. അങ്ങനെ എല്ലാവരെയും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരെയും കൂടെ തപ്പിപ്പിടിച്ചെടുത്തിട്ട് ഞങ്ങളങ്ങ് തിരിച്ചു വന്നു കേട്ടോ. വന്ന പാടെ കയറി അങ്ങ് കിടന്നു. കാര്യം കുറേ നേരം അവിടെ നിന്നില്ലേ. പിന്നെ മോന് കഞ്ഞിയൊക്കെ കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ വൈകിട്ട് എണീറ്റ് ഇളയ മോന് ട്യൂഷന് പോകണം. അങ്ങനെ ഇളയവനെ വിടാനായിട്ട് ഞാൻ ചായയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ മോന്. അങ്ങനെ അവൻ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ വീണ്ടും എൻ്റെ സ്ഥിരം പരിപാടിയിലോട്ട് പോയി കേട്ടോ. കാര്യം 2-3 ദിവസം കൊണ്ട് മഴയായതുകൊണ്ട് അങ്ങനെ കത്തിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ അതെല്ലാം കൂടെ തൂത്ത് കത്തിച്ചു. പക്ഷേ അന്തരീക്ഷം കണ്ടല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ. കാര്യം ഒരുമാതിരി മൂടി കിടക്കുവാണ്. അങ്ങനെ പകൽ കുറച്ച് വെയിലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കത്തിച്ച് വാരി പുകച്ചങ്ങ് കളഞ്ഞു. പുകച്ച് കളയുന്നതിന് മുമ്പുണ്ടല്ലോ അത് കത്തിക്കാൻ പെട്ട പാട് എനിക്ക് തന്നെ അറിയാം. കാര്യം മുകൾ ഭാഗം മാത്രമാണ് കത്തിക്കാൻ പറ്റിയത്. കാര്യം താഴെയൊക്കെ മൊത്തം മഴ പെയ്ത് നനഞ്ഞ് കിടക്കല്ലേ. അങ്ങനെ അവിടെ കത്തിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള ആൻറ്റി വന്നു. അങ്ങനെ ആൻറ്റി അടുത്ത് കുറച്ച് വിശേഷങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ആൻറ്റി മക്കളെ കാര്യങ്ങളൊക്കെ തിരക്കും കേട്ടോ. അങ്ങനെ എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഒരാൾ ട്യൂഷന് പോയി, ഒരാളെ കിടന്ന് ഉറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് ആൻറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആൻറ്റി അങ്ങ് പോയി. പിന്നെ അത് കത്തുന്നില്ല. ഞാൻ ചൂല് വെച്ചങ്ങ് വീശി നിന്നു. അവർ കുറേ കഴിഞ്ഞപ്പോൾ എല്ലാം കത്തിച്ചിട്ടാണ് കേട്ടോ കയറിയത്. കാര്യം പിന്നെ ഇട്ടിരിക്കാൻ പറ്റത്തില്ല, മഴ വെള്ളം പെയ്താൽ പിന്നെ അത് വീണ്ടും ഇതാവും. അങ്ങനെ രാത്രി പുറത്തുനിന്ന് എന്തെങ്കിലും മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴല്ലോ വീണേ കണ്ടു. ഞാൻ എപ്പോൾ ഇറങ്ങിയാലും എൻ്റെ വീടിൻ്റെ അടുത്ത് വെച്ച് ഞാൻ ആരെങ്കിലും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരെ കാണും കേട്ടോ. അങ്ങനെ അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് വീണയുടെ വിശേഷങ്ങളെല്ലാം എടുത്ത് ചോദിച്ചു. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വീണയുടെ വീട്ടിൽ പോയി. അങ്ങനെ പിന്നെ ഞാനും മോനും കൂടെ ഫുഡ് വാങ്ങിക്കാനായിട്ട് പുറത്ത് പോയി. സത്യം പറഞ്ഞത് ഒരു 6:30 മണിയായതേ ഉള്ളൂ കേട്ടോ. രാത്രി 10 മണിയുടെ ലക്ഷണമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒട്ടിച്ച് കടയിൽ ചെന്നു. വീട്ടിൻ്റെ അടുത്ത് നല്ല ഒരിച്ചിരി ദൂരമുണ്ട് കേട്ടോ ആ കടയിൽ. കാര്യം ഞാൻ വല്ലപ്പോഴും ഒക്കെ വാങ്ങിക്കുന്ന ഒരു കടയാണ്.
കാര്യം 2 ചേച്ചിമാർ മാത്രം നടത്തുന്ന ഒരു കടയാണ് കേട്ടോ. അപ്പം നമ്മൾ വല്ലപ്പോഴും ഒക്കെ പോകുമ്പോൾ ആ ചേച്ചിമാർക്കൊക്കെ നല്ല ഓർമ്മയാണ്. നമ്മൾ വരാത്തപ്പോഴും ചോദിക്കും എന്ത് പറ്റി ഇപ്പോഴും ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് നേരം അവിടെ തിരക്കായതുകൊണ്ടേ ഞാൻ കയറി അങ്ങ് അകത്തങ്ങിരുന്നു. കാര്യം ചേച്ചിമാരുടെ അടുത്ത് വിശേഷങ്ങളെല്ലാം കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ചേച്ചിമാരും എൻ്റെ കാര്യങ്ങളെല്ലാം തിരക്കി, ഞാൻ അവിടുത്തെ കാര്യങ്ങളും എല്ലാം തിരക്കി. അങ്ങനെ അവിടെ ഇരുന്നിട്ട് അപ്പോൾ ചേച്ചി പറയാൻ നല്ല ചൂടോട് വെയിറ്റ് ചിക്കൻ ഫ്രൈ എടുത്ത് തരാം, പക്ഷേ ഇത് ഇച്ചിരി നേരത്തെ ഉണ്ടാക്കിയതാണ്, നിങ്ങൾക്ക് ഞാൻ നല്ല ചൂടോട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് നല്ല തിളച്ച നല്ല വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു ഞങ്ങൾ വെളിച്ചെണ്ണയിൽ മാത്രമാണ് ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി ചിക്കൻ ഫ്രൈ ഒക്കെ ഞങ്ങൾക്ക് ചൂടോടെ തന്നു. അതെല്ലാം കൊണ്ട് വച്ചു. പക്ഷേ ഞാൻ കഴിച്ചില്ല, അതിനും കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടെ കഴുകിയൊക്കെ എടുത്തതിന് ശേഷം മക്കൾക്കും എല്ലാവർക്കും കൂടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. വൈകിട്ട് ആ തൂത്ത് വെച്ചത് കത്തിക്കുന്നതിന് കുറച്ച് സമയം എടുത്തു. അതാണ് വീട്ടിനകത്തുള്ള പാത്രങ്ങൾ കുറച്ച് നേരം അങ്ങനെ കിടന്നത്. അല്ലെങ്കിൽ ഞാൻ സന്ധ്യ ആവുന്നതിന് മുമ്പ് അതെല്ലാം ഒരു വിധമൊന്നുമല്ല, മുക്കാലും ഞാൻ വൃത്തിയാക്കുന്നതായിരിക്കും വീട്. പക്ഷെ അതൊന്നും പറ്റിയില്ല. ചില ദിവസങ്ങളിൽ അങ്ങനല്ലേ, നമ്മൾ ചെയ്യണമെന്ന് കരുതുന്നതൊന്നും തന്നെ നടക്കത്തില്ല. അങ്ങനെ പിന്നെ ഞാനത് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വച്ചതേ ഉള്ളൂ. കാര്യം അത് പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വെച്ചു. ചൂടാണ് എങ്കിലും കുറച്ച് പണികളും കൂടെ ചെയ്തിട്ട് നമുക്ക് സമാധാനത്തിലിരുന്ന് കഴിക്കാമെന്ന് വെച്ചു. അധികം പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കിയൊക്കെ വച്ചു. എന്നെപ്പോലുള്ള വീട്ടമ്മമാരായ നിങ്ങൾക്ക് ഏത് ജോലിയാണ് ഈ വീട്ടിലേക്ക് ഏറ്റവും ഇഷ്ടം? പാത്രം കഴുകലാണോ, പാചകമാണോ, തുണി കഴുകലാണോ, ചെടികളൊക്കെ വൃത്തിയാക്കി വെക്കുന്നതാണോ, ഏതാണ്? എനിക്ക് പക്ഷേ പണ്ടൊക്കെ പാത്രം കഴുകുന്നതും തുണി കഴുകുന്നതും ഒക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അത് രണ്ടും ഇഷ്ടമല്ല. കാര്യം അത് കൂടുതലായിട്ടുള്ള ജോലിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഏത് ജോലിയാണെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ മുട്ട ഓംപ്ലേറ്റും കൂടെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അത് പറയാൻ മറന്നുപോയി. അങ്ങനെ മുട്ട ഓംപ്ലേറ്റും ഞാൻ ഒരു പൊറോട്ടയെ കഴിച്ചുള്ളൂ കേട്ടോ. ഞാൻ ഇളയവന് വാരി കൊടുത്തുകൊണ്ടിരുന്നതായിരുന്നേ. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഞാൻ പോയി ചെന്ന് കുറച്ച് നേരം TV കാണാമെന്ന് വെച്ചാൽ ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് അധികം ഞാൻ പഠിപ്പിക്കത്തില്ല, ഒരു ദിവസം വെറുതെ വിട്ടേ. അപ്പോൾ ഉണ്ടല്ലോ മുടി പിടിച്ചങ്ങ് വലിച്ചിട്ടെ എനിക്ക് നല്ല വേദനിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ഒരു കിഴുക്കൊക്കെ കൊടുത്തിട്ട് ഞാൻ അവിടെ ഇരുന്ന് TV കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ. അപ്പോൾ ടാറ്റാ.